ഈ പരാതി അതിജീവിത ഉന്നയിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ 14 പ്രകാരം അവരുടെ അവകാശം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇല്ലേ, ചില ജീവനക്കാരെ ബലിയാടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ കാണാവുന്നതാണ്. അവരുടെ ഫോണുകൾ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്യുന്നു എന്നുള്ളത് തെളിവ് നശിപ്പിക്കലാണ്. അപ്പോൾ ഏത് പ്രതിയും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ജുഡീഷ്യൽ ഓഫീസർമാരും ഒപ്പം തന്നെ കോടതി ജീവനക്കാരും പറഞ്ഞിരിക്കുന്നത്. അവിടെ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിജീവിതയുടെ ആംഗിളിൽ നിന്നാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ നോക്കേണ്ടത്. ഈ ദൃശ്യങ്ങൾ കോപ്പി ചെയ്ത് അവർക്ക് ഭാവി ജീവിതം ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റർടൈൻമെൻറ്റ് ബിസിനസ്സിലെ സുപ്രസിദ്ധയായിട്ടുള്ള ഒരു നടിയാണ് ഈ നടിയെ ആക്രമിച്ച കേസിലെ വിക്ടിം എന്ന് പറയുന്നത്. അവരെ ശാരീരികമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ആർക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിൽ അന്വേഷണം നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടാമെന്ന് ഹൈക്കോടതി വിധിയിലുള്ളത്. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയിട്ടുമില്ല എന്നുള്ളതാണ്. എന്നാൽ വിചാരണയിലിരിക്കുന്ന നടിയെ ആക്രമിച്ച കേസിനെ ബലപ്പെടുത്തുന്ന വിധത്തിൽ തെളിവുകൾ കൂട്ടിക്കുഴച്ചിട്ടുണ്ട് എന്ന് ഈ പരാതിയിൽ അതിജീവിത പറയുകയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ എൻഡ് റിസൾട്ട് അതിജീവിതക്ക് ഗുണമല്ല ദോഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പരിശോധിക്കുക എന്ന വളരെ ഉപരിപ്ലവമായ കാര്യം ചെയ്യുകയും എന്നാൽ 118 എന്ന നടിയാക്രമിച്ച കേസിലെ തെളിവുകൾ കൂട്ടിക്കുഴക്കുക വഴി ആ കേസിൽ പ്രതിഭാഗത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പരാതിയാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സാർ, അതിനകത്ത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നില്ല. അതിജീവിതയ്ക്കുണ്ടായ ആ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ അതിജീവിതയുടെ ഭാഗത്തു നിന്നുള്ള ആരോപണവും അത് തീർത്തും തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ സംഭവവിശേഷമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, അതായത് നികേഷ്, ഞാൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പറയുന്ന റിപ്പോർട്ടുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഒരു ജഡ്ജിക്ക് മാത്രം, ഒരു ജില്ലാ ജഡ്ജിക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്ന തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടല്ല. യഥാർത്ഥത്തിൽ ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അതിനകത്ത് ആവശ്യമായിരുന്നു. ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറിയെ കൊണ്ട് തന്നെ അത് അന്വേഷിപ്പിക്കുകയും വേണം. എന്നിട്ട് ഇതിപ്പോൾ തന്നെ ജഡ്ജി തന്നെ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്ന, ജഡ്ജിയുടെ മുമ്പിൽ വെച്ച് റെക്കോർഡ് ചെയ്തേക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം ഇതിനോടൊപ്പം ഉള്ളത്. യഥാർത്ഥത്തിൽ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആരുടെ മുമ്പിൽ വെച്ചാണെന്നറിയോ? 164 അനുസരിച്ച് ഒരു മാജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വെച്ച് വേണം ഈ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ. ഇവരുടെയൊക്കെ മൊഴി, ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ മൊഴി എടുത്തത് ജുഡീഷ്യൽ ഓഫീസറെ ആണെങ്കിൽ പോലും ഒരു 164 ആ പ്രിവ്യൂവിൽ കൊണ്ടുവന്നിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ആ രീതിയിൽ അത് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ, ഇത് നേരത്തെ വെളിയിൽ വന്നിരുന്നെങ്കിൽ ഈ മൊഴി എടുത്തു വെച്ചിട്ട് ഈ അതിജീവിതയ്ക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷിയായിട്ട്, പ്രോസിക്യൂഷന് അവരുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷിയായിട്ട് ആളുകളെ ചേർത്തിട്ട് ഇത് വെച്ച് ഈ മൊഴി വെച്ച് കൺഫ്രണ്ട് ചെയ്യാമായിരുന്നു അവരെ. അത് ചെയ്യാനുള്ള ഒരു അവസരം പോലും അതിജീവിതയ്ക്ക് നിഷേധിക്കപ്പെട്ടതാണിപ്പോൾ. അതാണ് ഞാൻ ഈ പറയുന്നത് ഇതിനകത്ത്. ഇനി അത് പോട്ടെ, ഇതിപ്പോൾ മറ്റേ കേസുമായിട്ട്, അതായത് ഈ മെയിൻ കേസുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. ഞാൻ പറഞ്ഞതുപോലെ ഞരമ്പ് രോഗികൾ കയറി കണ്ടേക്കുന്ന സാധനമാണ് ഇത്. പൊതുജനങ്ങളുടെ മുമ്പിൽ അത് കാണിച്ചതിന് തുല്യമാണിത്. എന്ന് വെച്ചാൽ ഇത് പബ്ലിഷ് ചെയ്തേക്കാണ്, ഇത് പബ്ലിക്കേഷൻ പോലാണത്. ആ രീതിയാണ്. നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയുണ്ടോ ഇത്? അത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ആളുകളെ ആണ് ജുഡീഷ്യറിയിലുള്ളതെന്ന് പറയാൻ എനിക്ക് വലിയ നാണക്കേടുണ്ട് സത്യത്തിൽ, കേട്ടോ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ വലിയ തെറ്റായിട്ടുള്ള കാര്യം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചത് ജസ്റ്റിസ് കമാൽ പാഷ, ഇത് നേരത്തെ പുറത്തു വരേണ്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സാധ്യതകളുണ്ടായിരുന്നു എന്ന്. നമ്മൾ ഈ കേസിൻ്റെ നാൾവഴികളിൽ കണ്ടിട്ടുള്ളത് അനൂപ് എന്ന ദിലീപിൻ്റെ 8ാം പ്രതിയുടെ സഹോദരൻ്റെ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങളുടെ വെർബാറ്റിം കണ്ടെടുത്തിരുന്നു. ആ വെർബാറ്റിം കണ്ടെടുത്തത് അവർ പറഞ്ഞിരുന്നത് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ എഴുതിയെടുത്തതാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ എഴുതിയെടുക്കാൻ കഴിയുന്ന ഡീറ്റെയിലായി ആ സമയത്ത് അത് കണ്ടിരുന്നില്ല എന്നുള്ളതാണ് ആ സമയത്തുണ്ടായിരുന്ന APPയുടെ മൊഴി. പക്ഷേ ഇവരുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച തെളിവല്ലേ യഥാർത്ഥത്തിൽ ആ വെർബാറ്റിം എന്ന് വ്യക്തമാകുന്ന വിധത്തിലല്ലേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുചെന്നെത്തിക്കുന്നത്? നികേഷ്, അത് ആ കേസിലെ തെളിവിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാകുമ്പോൾ അത് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമായതുകൊണ്ടാണ് ഞാനത് ഒഴിയുന്നത്. അതായത് അതിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് ശരിയല്ല. അത് ബാക്കി എന്താ അതിൽ നടന്നേക്കുന്നതെന്നോ അതിലെ മൊഴിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്തടത്തോളം കാലം നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഇതുപോലെ ഇവരുടെ കയ്യിൽ, ആളുകളുടെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര പേരുടെ കയ്യിൽ ഇത് കാണും നികേഷ്? ഈ സാധനം ഇപ്പോൾ ഒരുപാട് പേരുടെ കാണും.
എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്ന പോലെ ഇത് എഴുതിയെടുത്ത് വെച്ചേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഇത് ഒരുപാട് പേര് കണ്ടു എന്നുള്ളതിൻ്റെ തെളിവല്ലേ? അത് കോടതിയിൽ നിന്ന് കണ്ടെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, അയാൾ അങ്ങനെ പറഞ്ഞൊന്നും മൊഴിയെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പറഞ്ഞെങ്കിൽ അത് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ഈ കോടതി ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിനകത്ത് ഇടപെട്ടേക്കുന്ന ആളുകൾ മുഴുവൻ, ആ കോടതി അതായത് ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന ആളുകൾ മുഴുവൻ അന്വേഷണ പരിധി വരുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണം തന്നെ വേണം. ആ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് ഒരു നീതി നമുക്ക് കിട്ടുള്ളൂ. ഇനി അതിന് നീതിയൊന്നും കിട്ടാനില്ല. ഞാൻ പറഞ്ഞില്ലേ, ആഡിങ് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറഞ്ഞ പോലെ അതിനുണ്ടായേക്കുന്ന നഷ്ടം, നീതി കിട്ടാനൊന്നുമില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്നവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അവർ പോരാടുന്നുണ്ടാവുക. സർ, Debate with M. V. Nikesh Kumar.